ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിതാ ഇപ്പം 5:15 ടൈം വരുന്നത്. നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണത്തുണ്ടെങ്കിൽ കാണണേ പോയി. ഞാൻ അപ്പോൾ സൈഡ് സീറ്റ് പിടിച്ച് ഗൈസ് പോയിട്ട്. കാരണം എന്ന് വെച്ചാൽ ഈ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഗൈസ്. ബസ്സിലായാലും ട്രെയിനിലായാലും ഒക്കെ എനിക്ക് സൈഡ് സീറ്റ് വേണം ഗൈസ്, എന്നാലേ ഈ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റൂ അല്ലേ. ഗായ്സ്, നമ്മൾ എത്തിയിട്ടുണ്ട്. കടയൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അർച്ചനയ്ക്കുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ. കുറച്ചധികം വാങ്ങിക്കാനുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ എന്നും വരുന്നൊന്നുമില്ലല്ലോ. നമ്മൾ കുറേ മാസം ഇടവിട്ടാണ് ഇവിടെ വരുന്നത്. കാരണം നമുക്ക് എല്ലാം കൂടെ വരാൻ പറ്റത്തില്ല. ചേട്ടന് ജോലിയുണ്ട്. അപ്പോൾ പിന്നെ ചേട്ടൻ ബാംഗ്ലൂരാണ്. അപ്പോൾ എന്നും അങ്ങനെ വരാൻ പറ്റത്തൊന്നുമില്ല. ഇത് മാത്രമല്ല, ചേട്ടൻ്റെ പിറന്നാളോടായിരുന്നു അന്നത്തെ ദിവസം. അതുകൊണ്ട് നമുക്ക് കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അർച്ചനയ്ക്ക് വേണ്ടിയിട്ട്. അത് നമ്മൾ നേരെ പോകുന്നത് കുളത്തിലോട്ട്. അത് കുളം എന്ന് വെച്ചാൽ ചിറയിലോട്ടാണ് ഗൈസ്. നമ്മൾ കൈയും കാലും കഴുകി ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ എടുത്ത വ്യൂ ആണ് ഇത്. കണ്ട് അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ആ സൂര്യനൊക്കെ അവിടെ വെള്ളത്തിലൂടെ നിൽക്കുന്ന പോലെ കാണാൻ പറ്റുന്നില്ലേ? ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ കൈയും കാലും കഴുകി വന്നപ്പോഴത്തേക്കും നട അടച്ചേക്കുമായിരുന്നു. കാരണം എന്തോ പൂജയൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ കുറച്ച് വലത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കൃഷ്ണനെയും കൊണ്ട് വലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇതാ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ പോയി തൊഴുത് എല്ലാം കഴിഞ്ഞ് ദർശനമൊക്കെ കിട്ടി. നമുക്കിതാ വെണ്ണയും പഴവും കൂടെ മിക്സ് ചെയ്താണ് കഴിക്കേണ്ടത് ഗൈസ്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ച് അല്ലാതെ കഴിക്കണ്ടേന്ന്. ഞാൻ കുറച്ച് പഴം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അനന്തു പറയുന്നത് വെണ്ണയെ മുക്കിയാണ് കഴിക്കേണ്ടതെന്ന്. അത് കഴിച്ചപ്പോൾ എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. കഴിക്കാത്തവർക്കെന്നെ കഴിച്ച് നോക്കണം കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളിനി ക്യൂ നിൽക്കുന്നതെന്ന് വെച്ചാൽ പാൽപ്പായസത്തിനാണ് ഗൈസ്. അപ്പോൾ അതാ അനന്തുവിനെ ക്യൂ നിർത്തിയിട്ട് ഞങ്ങൾ ചുമ്മാ അപ്പുറത്തോട്ട് ഇപ്പുറത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ഈ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മാറി മാറിയാണ് നിൽക്കുന്നത് കേട്ടോ. അനന്ത് നിൽക്കും, പിന്നെ ഞാൻ നിൽക്കും. കാല് കഴിയുമ്പോൾ അങ്ങനെ നിൽക്കും കേട്ടോ, മാറി മാറി നിന്നിട്ട്. കിട്ടിയിട്ടുണ്ട് ഗൈസ് അറ്റ് ലാസ്റ്റ്. വെയിലത്ത് തലേന്ന് ഇവിടെ പോവാന്നറിയാമോ ഫുഡ് കഴിക്കാൻ. അവരൊന്നും കഴിച്ചില്ല. കഴിക്കാൻ വേണ്ടിയിട്ട് കട തപ്പിക്കൊണ്ടിരിക്കുക. അടിപൊളി കടയിൽ കയറിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ നമ്മൾ പൊറോട്ട, അരിപ്പത്തിരി, ഗോബി മഞ്ചൂരി, പനീർ മസാല, എൻ്റെ പേരൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത് കേട്ടോ. അടിപൊളിയായിരുന്ന ആ ഒരു പനീർ മസാല കഴിക്കേണ്ട എന്താ ക്രീമായിരുന്നു ഗൈസ്. അയ്യോ എൻ്റെ പൊന്നെ, എനിക്ക് ഇപ്പോഴും അതിൻ്റെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ വായ ടേസ്റ്റ് നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അറിയാൻ പറ്റുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം കഴിക്കുന്നത് തന്നെ. മിക്കവരും എല്ലാവരും കഴിച്ചിട്ടുള്ളതായിരിക്കും, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു 12:30 സംതിങ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ താണ്ട ക്ഷീണിച്ച് ഗൈസ്. കാരണം നമ്മൾ പോവാണേ വീട്ടിലോട്ട്. അപ്പോൾ ഓക്കെ, ബൈ. ഇത്ര ഉള്ളത് അമ്പലപ്പുഴ വിശേഷങ്ങൾ. നമുക്ക് പ്രിയദർശിനിയുടെ ടിക്കറ്റ് കിട്ടി. 00 കണ്ടോ? അപ്പോൾ നമ്മൾ ഇനി വീട്ടിലോട്ട് പോവുകയാണേ ഗൈസ്. നമുക്ക് പ്രിയദർശിനിയിലെ ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് ഈ വട്ടം. കാരണം ഞങ്ങളുടെ കോളേജിലോട്ട് പോകുമ്പോൾ പ്രൈവറ്റ് ബസ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ സംഭവം ഇല്ലല്ലോ. കോളേജിലെ പിള്ളേർക്കൊക്കെ വേറെ പിള്ളേർക്കൊക്കെ ഉണ്ട്, കാരണം അവർക്ക് SRTC വരുന്നതുകൊണ്ട് അവർക്കുണ്ട്. പക്ഷേ ഞാൻ പ്രൈവറ്റിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ആ സംഭവം ഇല്ല. അപ്പോൾ കിട്ടിയപ്പോൾ അടിപൊളി സന്തോഷമായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.